പഠിതാക്കളെ പാർട്ട് 2 വീഡിയോയിലേക്ക് സ്വാഗതം. MCO015 MCO15ന്റെ ഇന്ത്യസ് ഫോറിൻ ട്രേഡ് ആൻഡ് ഇൻവെസ്റ്റ്മെന്റിന്റെ ക്ലാസ്സുകളാണ് കഴിഞ്ഞ വീഡിയോയിലായിട്ട് നിങ്ങൾ കണ്ടിട്ടുള്ളത്. ഇതിന് മുമ്പിൽ ഈ വീഡിയോക്ക് നിങ്ങൾ എന്ത് ചെയ്യുക, കണ്ടിട്ടില്ലെങ്കിൽ കാണാം. പാർട്ട് 1 നമ്മൾ ചെയ്തിട്ടുണ്ട്. അതിന്റെ പാർട്ട് 2 വീഡിയോ ആണ് ഇവിടെ ചെയ്യുന്നത്. പ്രധാനപ്പെട്ട ഈ ഒരു പേപ്പറിലുള്ള ക്വസ്റ്റ്യൻസ് അവലോകനം ചെയ്യുക എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ഗസ്റ്റ് പേപ്പർ മാത്രമാണ്. ഇനി നമുക്ക് കഴിഞ്ഞ പേപ്പറിലെ ഇമ്പോർട്ടൻസ് ഓഫ് ഫോറിൻ ട്രേഡ്, അതിൻ്റെ ഗ്രോത്തുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് എന്ത് ചെയ്ത് നമ്മൾ ചർച്ച ചെയ്തിട്ടുള്ളത്. ഇനി ഇവിടെ നമ്മൾ നോക്കാൻ പോകുന്നത് ഫങ്ഷൻസ് ഓഫ് ആൻഡ് സോഴ്സ് ഓഫ് ഫോറിൻ ക്യാപിറ്റൽ, അതേപോലെ ബാലൻസ് ഓഫ് ട്രേഡ് VS ബാലൻസ് ഓഫ് പേയ്മെന്റ്സ്, ഇതിനെ പറ്റിയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ഇവിടെ നോക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. അപ്പോൾ ഞാൻ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ഇവിടെ എടുത്തിട്ടുണ്ട്. ക്വസ്റ്റ്യൻ നമ്പർ 2 എന്താണ്? ക്വസ്റ്റ്യൻ നമ്പർ ഫങ്ഷൻസ് ഓർ ആൻഡ് സോഴ്സ് ഓഫ് ഫോറിൻ ക്യാപിറ്റൽ. 2 ക്വസ്റ്റ്യൻ ആണ് ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. 10 മാർക്കിന്റെ 2 ക്വസ്റ്റ്യൻ ആണ്. 10+10. ഇവിടെ നമ്മൾ 2 കാര്യം വിശദീകരിക്കേണ്ടതുണ്ട്. ഫങ്ഷൻസുകൾ എന്തൊക്കെയാണ്, അതേപോലെ സോഴ്സുകൾ എന്തൊക്കെയാണ് ഫോറിൻ ക്യാപിറ്റലിന്റെ. ഏകദേശം ഇത് ലാസ്റ്റ് പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട്. ഡിസംബർ 2024 ചോദിച്ചിട്ടുണ്ട്, ജൂൺ 2024 ചോദിച്ചിട്ടുണ്ട്, ഡിസംബർ 2023 ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതുവരെ ലേറ്റസ്റ്റ് 2025 ചോദിച്ചിട്ടില്ല. അപ്പം എന്തായാലും ഈ വർഷം ഇത് ചോദിക്കാനുള്ള സാധ്യത വളരെ കൂടുതലായിട്ടാണ് മനസ്സിലാവുന്നത്. ബ്ലോക്ക് 1 യൂണിറ്റ് 2 ആണ് ഇത് വരുന്നത് അല്ലേ. എന്താണ് ക്വസ്റ്റ്യൻ നോക്കൂ. ഡു യു തിങ്ക് ഫോറിൻ ക്യാപിറ്റൽ ഫോർ സംസ് ഗ്യാപ്പ് ഫില്ലിംഗ് ഫങ്ഷൻസ് ഇൻ ദ ഹോസ്റ്റ് കൺട്രി? ഒരു പ്രധാനപ്പെട്ട ഒരു കൺട്രിയിലെ ഗ്യാപ്പ് ഫില്ലിംഗ് ആയിട്ട് ഇത് മാറുന്നുണ്ടോ എന്നുള്ളതാണ്. അഥവാ ഫോറിൻ ക്യാപിറ്റൽ അങ്ങനെ പ്രധാനപ്പെട്ട ഒരു പാർട്ടായിട്ട് ഒരു രാജ്യത്തിൻ്റെ അകത്ത് നിലകൊള്ളുന്നുണ്ടോ എന്നുള്ളതാണ് ചോദിക്കുന്നത്. ഡിസ്കസ് ഫങ്ഷൻസ് ഓഫ് ഫോറിൻ ക്യാപിറ്റൽ ആൻഡ് എക്സ്പ്ലെയിൻ ഇറ്റ് ഈസ് വേരിയസ് വോയിസസ്. എന്താണ് പറയുന്നത്? ഫോറിൻ ക്യാപിറ്റലിന്റെ ഫങ്ഷൻസുകൾ എന്തൊക്കെയാണെന്നുള്ളത് അപ്പോൾ അതിൽ നിന്ന് വിശദീകരിക്കണം. എങ്ങനെയൊക്കെയാണ് ഇത് വർക്ക് ചെയ്യുന്നത്, കാര്യങ്ങൾ, ഇതിന്റെ ഒരു ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യമാണ് ചോദിക്കുന്നത്. 10+10 250 മാർക്ക്, 250+250 വേർഡുകൾ എന്ത് ചെയ്യണം വേണം, ഇഗ്നോന്റെ ഒരു റൂൾ പ്രകാരം. അപ്പോൾ നോക്കൂ, ഇതിൽ ആൻസർ ഇവിടെ നമ്മൾ കറക്റ്റ് ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ട്. നമ്മൾ ഇവിടെ മുതലാണ് നമ്മൾ എന്ത് ചെയ്യണം, നമ്മുടെ ആൻസർ ഷീറ്റിൽ എഴുതേണ്ടത്. ഫങ്ഷൻസ് ഓഫ് ഫോറിൻ ക്യാപിറ്റൽ അല്ലേ, ഫോറിൻ ക്യാപിറ്റലിന്റെ ഫങ്ഷൻ എന്നുള്ളതാണ് നമ്മൾ ആദ്യം എഴുതുന്നത്. അപ്പോൾ അതിനു മുമ്പ് നമ്മൾ ഒരു ചോദ്യം നമ്മളോട് ചോദിച്ചിട്ടുണ്ട്. ഇത് ഡു യു തിങ്ക് ദാറ്റ് ഫോറിൻ ക്യാപിറ്റൽ ഗ്യാപ്പ് ഫില്ലിംഗ് ആയിട്ട് വർക്ക് ചെയ്യുന്നുണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ അവിടെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഗ്യാപ്പ് ഫില്ലിംഗ് ആയിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, ഇത് വർക്ക് ചെയ്യുന്നുണ്ട്. ഫോറിൻ ക്യാപിറ്റൽ ക്യാൻ പെർഫോം 3 ഗ്യാപ്പ് ഫില്ലിംഗ് ഫംഗ്ഷൻ അല്ലേ. ഇത് എന്ത് ചെയ്യുന്നുണ്ട്, 3 പാർട്ടായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, ഇങ്ങനെ തരം തിരിഞ്ഞിട്ട് അത് ഗ്യാപ്പ് ഫില്ലിംഗ് ആയിട്ട് വർക്ക് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ ഏതൊക്കെയാണെന്നുള്ള ആ ഒരു കാര്യമാണ് ആദ്യം കൊടുത്തത്. നമ്മൾ ഈ ഒരു ഡെഫിനിഷൻ എന്ത് ചെയ്യുക, നിങ്ങൾ പൂർണ്ണമായിട്ട് ഇവിടെ വായിച്ച് മനസ്സിലാക്കിയിട്ട് വേണം നിങ്ങൾ എഴുതാൻ വേണ്ടിയിട്ട്. ഇവിടെ നിങ്ങൾക്ക് ഇവിടെ ഓരോന്ന് കാണാൻ പറ്റും. ഓരോ ആദ്യത്തേത്, രണ്ടാമത്തേത്, മൂന്നാമത്തൊക്കെ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും. ഓക്കെ, അതേപോലെ സോഴ്സ് ഓഫ് ഫോറിൻ ക്യാപിറ്റൽ അല്ലേ, എന്തൊക്കെയാണ് ഫോറിൻ ക്യാപിറ്റലിന്റെ സോഴ്സുകൾ ഏതൊക്കെയാണ്, രണ്ടാമത്തെ ക്വസ്റ്റ്യൻ അതാണ് ഉണ്ടായിരുന്നത്. ഇത് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് എഴുതട്ടെ. അവിടെ 250 വേർഡ്സ് എന്ന് പറയുമ്പോൾ നമ്മൾ ഇതിലേറെ നമ്മൾ എന്ത് ചെയ്യണം നോക്കിയിട്ട് നിങ്ങൾ ഓരോന്നും ഡീറ്റെയിൽ ആയിട്ട് എഴുതുക. ഇതിൽ ബേസ് ആയിട്ട് ഒരു മാർക്ക് ഇട്ടുള്ള പോയിന്റുകൾ ഇവിടെ ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി നോക്കൂ, സോഴ്സ് ഓഫ് ഫോറിൻ ക്യാപിറ്റൽ എന്താണ്? ഫോറിൻ ക്യാപിറ്റലിന്റെ ഒരു സോഴ്സ്, അതിന്റെ ഒരു എവിടെ നിന്നാണ് അതിൻ്റെ ഒരു ഉത്ബോധനം ഉള്ളത് എന്നുള്ളതാണ് ചോദിക്കുന്നത്. അപ്പം നമുക്ക് ഇവിടെ എന്ത് ചെയ്യാൻ പറ്റും, 3 പാർട്ടായിട്ടാണ് ഇവിടെ എന്ത് ചെയ്തിട്ടുള്ളത്, തിരിച്ചിട്ടുള്ളത്. ഇവിടെ നോക്കൂ, ഒന്നാമത്തത് ഇവിടെ ഉണ്ട്, രണ്ടാമത്തത് ഉണ്ട്, മൂന്നാമത്തത് ഇവിടെ ഉണ്ട്. അപ്പോൾ ഇത് പൂർണ്ണമായിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക നോക്കുക. ഇതിൻ്റെ ഒരു കാര്യങ്ങൾ എങ്ങനെയൊക്കെയാണെന്നുള്ളത് പൂർണ്ണമായിട്ട് നിങ്ങൾക്ക് ഇവിടെ മനസ്സിലാവും. തന്നെ ഇവിടെ താഴെ ഭാഗത്ത് ഇതിൻ്റെ ഒരു ഫോറിൻ ക്യാപിറ്റൽ എന്നുള്ള ഒരു കൺക്ലൂഷൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. എങ്ങനെയൊക്കെയാണ് വർക്ക് ചെയ്യുന്ന കാര്യങ്ങളെന്ന് പറഞ്ഞിട്ടുള്ളൊരു ഷോർട്ട് ടൈം കൺക്ലൂഷൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ഒരു മലയാളം നമുക്ക് എന്ത് ചെയ്യുക, ഇവിടെ ജസ്റ്റ് നമുക്കൊന്ന് നോക്കാം. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കൂ, ഫോറിൻ ക്യാപിറ്റലിന്റെ പ്രവർത്തനങ്ങളും ഉറവിടങ്ങളും സോഴ്സ്. ഇവിടെ ഈ ചോദിച്ച 2 ഭാഗം ഉണ്ടെന്ന് നമ്മൾ ചർച്ച ചെയ്തു അല്ലേ. എന്താണ് ഫോറിൻ ക്യാപിറ്റൽ, അതിന്റെ ഫംഗ്ഷൻ എന്താണ്, അതേപോലെ ഫോറിൻ ക്യാപിറ്റലിന്റെ സോഴ്സ് എന്താണെന്നുള്ളതാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ആദ്യം നോക്കൂ, ഫോറിൻ ക്യാപിറ്റൽ എന്താണ് ഫോറിൻ ക്യാപിറ്റൽ? വിദേശ രാജ്യങ്ങളിൽ നിന്ന് ഒരു രാജ്യത്തിന് ലഭിക്കുന്ന പണം, വിദേശ രാജ്യങ്ങളിൽ നിന്ന് അഥവാ പുറത്ത്, നമ്മുടെ ഇപ്പോൾ ഇന്ത്യയിൽ നിന്ന്, നമ്മൾ ഇന്ത്യക്കാരാണ് അല്ലേ. അപ്പോൾ ഔട്ട് ഓഫ് ഇന്ത്യ, ഇന്ത്യയുടെ പുറത്തുള്ള രാജ്യങ്ങളിൽ നിന്ന് ഒരു രാജ്യത്തിന് ലഭിക്കുന്ന പണം ആയിക്കോട്ടെ, അല്ലെങ്കിൽ നിക്ഷേപം, വായ്പ, സാങ്കേതിക വിദ്യ എന്നിവയെ ഫോറിൻ ക്യാപിറ്റൽ, വിദേശ മൂലധനം എന്ന് പറയുന്നു. അഥവാ സിമ്പിളാണ്, പുറത്തുനിന്നുള്ള എന്തെങ്കിലും ആസ്തികൾ നമ്മുടെ നാട്ടിലേക്ക് വന്നു കഴിഞ്ഞാൽ അതിന് ഫോറിൻ ക്യാപിറ്റൽ എന്ന് പറയും. വ്യത്യസ്ത അമേരിക്കൻ കമ്പനികളെ നമ്മുടെ നാട്ടിൽ എന്ത് ചെയ്യുന്നുണ്ട്, ഇപ്പോൾ സ്റ്റേബിളായിട്ട് അവർ ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട്. ഹോസ്പിറ്റലുകളിൽ, ഹോട്ടലുകളിൽ, MNC കമ്പനികളിൽ, വ്യത്യസ്ത ഫീൽഡിൽ അവർ എന്ത് ചെയ്യുന്നുണ്ട്, ഇവിടെ നമ്മുടെ നാച്ചർ ഉപയോഗപ്പെടുത്തിയിട്ട് അവർ വലിയ വലിയ ബിസിനസ് കാര്യങ്ങളൊക്കെ ഇവിടെ തുടങ്ങുന്നുണ്ട്. അപ്പോൾ അവരുടെ രാജ്യത്തിന് ലാഭമുണ്ട്. അതുകൊണ്ട് നമ്മുടെ രാജ്യത്തും എന്ത് ചെയ്യുന്നുണ്ട്, വ്യത്യസ്ത തരത്തിൽ അതിന് ലാഭമുണ്ട്. അപ്പോൾ അതാണ്
ഫോറിൻ ക്യാപിറ്റൽ എന്താണ് ഫോറിൻ ക്യാപിറ്റൽ എന്ന് ചോദിച്ചാൽ അതാണ് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാക്കണം. അതിൻ്റെ ഒരു ഇംഗ്ലീഷാണ് നമ്മൾ എന്ത് ചെയ്താൽ മറ്റേ ഭാഗത്ത് പറഞ്ഞിട്ടുള്ളത്. ഉദാഹരണം നോക്കൂ, ഒരു അമേരിക്കൻ കമ്പനി ഇന്ത്യയിൽ ഫാക്ടറി തുടങ്ങുന്നു, അല്ലെങ്കിൽ വേൾഡ് ബാങ്ക് ഇന്ത്യക്ക് വായ്പ നൽകുന്നു. ഒന്നാമത്തെ ഒരു ഉദാഹരണം നോക്കി എന്തൊക്കെയാണ്, ഒരു അമേരിക്കൻ കമ്പനി ഇന്ത്യയിൽ ഫാക്ടറി തുടങ്ങുക, അപ്പം നമുക്ക് അതിലും ലാഭമുണ്ട് അല്ലേ, നമ്മുടെ രാജ്യത്തിന് അവർക്കും ലാഭമുണ്ട്. അതേപോലെ വേൾഡ് ബാങ്ക് ഇന്ത്യക്ക് വായ്പ നൽകുന്നു. പുറത്തുള്ള ഇന്റർനാഷണൽ ബാങ്ക് WTO ഒക്കെ കൺട്രോൾ ചെയ്യുന്ന വേൾഡ് ബാങ്കുകളുണ്ട്. ആ വേൾഡ് ബാങ്കിൽ നിന്ന് നമുക്ക് രാജ്യത്തിന് കടമെടുക്കാൻ പറ്റും. അപ്പോൾ കടമെടുത്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ രാജ്യത്തിന്റെ ബേസിക്, അപ്പോൾ കടമെടുക്കുന്ന സമയത്ത് ആസ്തി, നമ്മുടെ രാജ്യത്തിന്റെ ആസ്തി നോക്കിയിട്ടൊക്കെയാണ് കടമെടുക്കുക. സ്വർണത്തിന്റെ മൂല്യങ്ങളൊക്കെ നോക്കിയിട്ടാണ്, അതിനനുസരിച്ചൊക്കെയാണ് കടം തരുള്ളൂ. ചെറിയ കടം നല്ല എടുക്കുമ്പോൾ കോടിക്കണക്കിന് രൂപയുടെ എമൗണ്ട് ആണ് എന്ത് ചെയ്യുക, ഇന്റർനാഷണൽ ബാങ്കുകളിൽ നിന്നൊക്കെ ഒരു രാജ്യം കടമെടുക്കാറുള്ളത് അല്ലേ. മാത്രമല്ല ഇന്റർനാഷണൽ ബാങ്കിൽ നിന്ന് മാത്രമല്ല, ഈ കടമെടുക്കുമ്പോൾ വായ്പ എടുക്കുന്നു തിരിച്ച് നമ്മൾ എന്ത് ചെയ്യണം, അങ്ങോട്ട് വീട്ടേണ്ടതാണ്. അതേപോലെ തന്നെ വിദേശ ബാങ്കുകളിൽ നിന്നും ഇന്ത്യയുടെ വായ്പ എടുക്കുന്നു. വിദേശ രാജ്യങ്ങളിൽ നിന്നും ഇന്ത്യക്ക് വേണ്ടിയിട്ട് എന്ത് ചെയ്യാം, നമുക്ക് കടമെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. പുറത്തുള്ള രാജ്യക്കാർ നമുക്ക് എന്ത് ചെയ്യും, കടങ്ങൾ തരും. അതുകൊണ്ട് നമ്മുടെ രാജ്യത്തിന് പുതിയ റിസോഴ്സുകൾ നമുക്ക് കൊണ്ടുവരാൻ പറ്റും. പുതിയ സംരംഭങ്ങൾ, ഓണ്ടർപ്രണർഷിപ്പ് കാര്യങ്ങളൊക്കെ നമുക്ക് നമ്മുടെ രാജ്യത്തിന്റെ വികസനവുമായി ബന്ധപ്പെട്ട് കൊണ്ടുവരാം. ആ രാജ്യത്തിനും എന്ത് ചെയ്യുന്നുണ്ട്, ഇതുകൊണ്ട് ഉപകാരം കിട്ടുന്നുണ്ട്. ഇനി നോക്കൂ, എന്താണ് ഫങ്ഷൻസ് ഓഫ് ഫോറിൻ ക്യാപിറ്റൽ. ഫോറിൻ ക്യാപിറ്റലിന്റെ ഫങ്ഷൻസുകൾ എന്തൊക്കെയാണെന്നുള്ളതാണ് നമ്മൾ ഇവിടെ ചർച്ച ചെയ്യുന്നത്. പ്രധാനപ്പെട്ട 3 പാർട്ടായിട്ടാണ് എന്ത് ചെയ്യുന്നത് ഇവിടെ നമ്മൾ തിരിക്കുന്നത്. നോക്കൂ, ഒന്നാമത്തെ നോക്കൂ അല്ലേ, നമ്മൾ നേരത്തെ പറഞ്ഞു, അത് ആ ഒരു ഇതിൽ പറയുന്നുണ്ട്, ഗ്യാപ്പ് ഫില്ലിംഗ് ആയിട്ട് നിൽക്കുന്നുണ്ടോ എന്നുള്ള ചോദ്യം ഉണ്ടായിരുന്നില്ലേ. ഫയൽ പറയുന്നത് പോലെ ഫോറിൻ ക്യാപിറ്റൽ പ്രധാനമായി 3 ഗ്യാപ്പുകൾ നികത്തുന്നു. ഒന്ന്, സേവിങ്സ് ഗ്യാപ്പ് നികത്തുന്നു. നോക്കൂ, ചില രാജ്യങ്ങളിൽ ആഭ്യന്തര സമ്പാദ്യം കുറവായിരിക്കും, അപ്പോൾ വികസന പദ്ധതികൾക്ക് ആവശ്യമായ പണം ലഭിക്കില്ല. ഫോറിൻ ക്യാപിറ്റൽ ഇവ കുറവുകൾ നികത്തുന്നു. അഥവാ അവരുടെ രാജ്യത്തിന് ആഭ്യന്തരമായിട്ടുള്ള ആവശ്യങ്ങൾ ഉണ്ടെങ്കിൽ അവിടെ എന്ത് ചെയ്യും, ഫോറിൻ ക്യാപിറ്റൽ കൊണ്ട് അത് ആ ഒരു പ്രശ്നം സോൾവ് ചെയ്യാൻ പറ്റുന്നതാണ് പറയുന്നത്. അഥവാ ഇന്ത്യയിൽ വലിയ ഇൻഫ്രാസ്ട്രക്ചർ പ്രൊജക്ട് നടത്താൻ വിദേശ നിക്ഷേപം സഹായിക്കുന്നു. ചിലപ്പോൾ നമ്മുടെ നാട്ടിൽ വലിയ പ്രൊജക്റ്റുകൾ വരുന്നുണ്ടെങ്കിൽ നമ്മുടെ നാട്ടിലുള്ള സമ്പത്ത് എടുത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ ബാക്കിയുള്ളതിന് സമ്പത്ത് ഉണ്ടായിക്കോണമെന്നില്ല. അപ്പോൾ പുറത്തുള്ള രാജ്യങ്ങളിൽ നിന്ന് സമ്പത്ത് എടുത്തുകൊണ്ട് ആ ഒരു പ്രൊജക്റ്റിലേക്ക് എമൗണ്ട് മാറ്റി വെച്ച് കഴിഞ്ഞാൽ അവിടെ എന്ത് ചെയ്യും, അത് ഈക്വലായിട്ട് പരിപാടി നടക്കും. നല്ല രൂപത്തിൽ 2 രാജ്യം തമ്മിൽ കോർത്തിട്ട് എന്ത് ചെയ്യും, ലാഭകരമായിട്ട് മുന്നോട്ട് പോകാൻ സാധിക്കുമെന്നുള്ളതാണ് ഇത് പറയുന്നത്. അപ്പോൾ ഗ്യാപ്പ് ഫില്ലിങ്ങിന് വേണ്ടിയിട്ട് പ്രധാനപ്പെട്ടും ഗ്യാപ്പ് ഫില്ലിംഗ് ആയിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, ഇത് മാറുന്നുണ്ട്. അതിൽപ്പെട്ട ഒരു ഭാഗമാണ് എന്ത് ചെയ്യുന്നത്, ഗ്യാപ്പ് ഫില്ലിംഗ് ആയിട്ട് എങ്ങനെയാണ് വരുന്നത്, സേവിങ്സ് ഗ്യാപ്പിനെ നികത്തുന്നു. ഗ്യാപ്പിനെ എന്ത് ചെയ്യുന്നുണ്ട്, അത് നികത്തുന്നുണ്ട്. രണ്ടാമത് നോക്കൂ, ഫോറിൻ എക്സ്ചേഞ്ച് ഗ്യാപ്പ് നികത്തുന്നു. ഫോറിൻ എക്സ്ചേഞ്ച് ഗ്യാപ്പ് നികത്തുന്നു. വികസനത്തിനായി രാജ്യത്തിന് മെഷീനറി, ടെക്നോളജി, റോ മെറ്റീരിയൽസ് എന്നിവ ഇറക്കുമതി ചെയ്യേണ്ടി വരും അല്ലേ. നമുക്കിപ്പോൾ എന്തെങ്കിലും പ്രൊഡക്ഷൻ ഉണ്ടാക്കുകയെന്നുണ്ടെങ്കിൽ മെഷീനറികൾ വേണം, ടെക്നോളജികൾ വേണം, റോ മെറ്റീരിയൽസ് വേണം, എന്നിവ ഇറക്കേണ്ടി വരും. ഇതിനായി വിദേശ നാണയം, ഡോളർ, യൂറോ തുടങ്ങിയവ വേണം. ഫോറിൻ ക്യാപിറ്റൽ ലഭിച്ചാൽ ഈ ഫോറിൻ എക്സ്ചേഞ്ച് റിസർവ് വർദ്ധിക്കും, ഇറക്കുമതി എളുപ്പമാകും. ഓക്കെ, ഇനി മൂന്നാമത്തെ നോക്കൂ, ടെക്നോളജി ആൻഡ് മാനേജ്മെന്റ് ഗ്യാപ്പ് നികത്തുന്നു. ടെക്നോളജി ആൻഡ് മാനേജ്മെന്റ് ഗ്യാപ്പ് നികത്തുന്നു. വികസ്വര രാജ്യങ്ങൾക്ക് ചിലപ്പോൾ, അഥവാ ഇന്ത്യ പോലത്തെ വികസ്വര രാജ്യങ്ങൾക്ക് ചിലപ്പോൾ പുതിയ സാങ്കേതിക വിദ്യ, അതേപോലെ മികച്ച മാനേജ്മെന്റ് രീതികൾ, വിദഗ്ധരുടെ സഹായം എന്നിവ കുറവായിരിക്കും. ഫോറിൻ ക്യാപിറ്റൽ, ഫോറിൻ കറൻസി, ഫോറിൻ മാർക്കറ്റുമായിട്ട് നമ്മൾ ബന്ധപ്പെടുമ്പോൾ അല്ലെങ്കിൽ ഫോറിൻ ക്യാപിറ്റൽ ലഭിക്കുന്നത് മൂലം പുതിയ ടെക്നോളജി ലഭിക്കും. അപ്ഡേറ്റഡ് ആയിട്ടുള്ള രാജ്യത്തിൽ നിന്ന് നമ്മൾ പോയിട്ടാണ് നമ്മൾ സ്വീകരിക്കുന്നതെങ്കിൽ അവിടെ നിന്നുള്ള ആ ഒരു ഇതുമായി ബന്ധപ്പെട്ടുള്ള പുതിയ നല്ല ഇന്നോവേഷൻ ആയിട്ടുള്ള ടെക്നോളജി നമുക്ക് എന്ത് ചെയ്യും, ലഭിക്കുന്നതാണ്. നല്ല നല്ല എക്സ്പീരിയൻസ് ആയിട്ടുള്ള പരിശീലനം നമുക്ക് എന്ത് ചെയ്യും, ഇവിടെ ലഭിക്കും. മാനേജ്മെന്റ് സ്കില്ല് എന്ത് ചെയ്യാൻ പറ്റും, ഇവിടെ മെച്ചപ്പെടുത്താൻ പറ്റുന്നതാണ് അല്ലേ. ഉദാഹരണം നോക്കൂ, ഹ്യൂണ്ടായി ഒരു കാറിന്റെ വലിയ ഒരു ഇന്റർനാഷണൽ ലെവലിലുള്ള കാറിന്റെ ഒരു ബ്രാൻഡിങ് ആണ് ഹ്യൂണ്ടായി എന്നുള്ളത് അല്ലേ. ലോകകപ്പ് ഫുട്ബോളൊക്കെ കാണുന്ന സമയത്ത് സൈഡിലുള്ള പരസ്യങ്ങളിലൊക്കെ നമുക്ക് ഹ്യൂണ്ടായിന്റെ ആഡുകളൊക്കെ കാണാൻ പറ്റും. അപ്പോൾ ഇന്റർനാഷണൽ ലെവലിലുള്ള മാർക്കറ്റിലുള്ള ഒരു കമ്പനിയാണ് ഹ്യൂണ്ടായി എന്ന് പറയുന്നത്. സാംസങ് അതേപോലെയാണ്, ടൊയോട്ടയും അതേപോലെ തന്നെയാണ് ടൊയോട്ട. ഇത് 3 ഇന്റർനാഷണൽ ലെവലിലുള്ളതാണ് അല്ലേ. തുടങ്ങിയ കമ്പനികൾ ഇന്ത്യയിൽ നിക്ഷേപം നടത്തിയപ്പോൾ അല്ലെങ്കിൽ നടത്തുന്ന സമയത്ത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ടെക്നോളജി ട്രാൻസ്ഫർ നടന്നു. അവിടെ ഇവരെന്ത് ചെയ്തു, നമ്മുടെ രാജ്യത്ത് ഇൻവെസ്റ്റ് ചെയ്ത സമയത്ത് പുറത്ത് എന്തൊക്കെയാണോ ടെക്നോളജി ഉണ്ടായിരുന്നത് ആ ടെക്നോളജിയും പാടെ അവർ ഇതോടൊപ്പം ഇങ്ങോട്ട് ഷെയർ ചെയ്യും, നമ്മുടെ രാജ്യത്ത് ഇംപ്ലിമെന്റ് ചെയ്യും അല്ലേ. ആ സമയത്ത് നമുക്ക് വലിയ പുരോഗതി നമ്മുടെ നാട്ടിലുണ്ടായിട്ടുണ്ട്. അഥവാ വികസിത രാജ്യത്തിന് അത് വലിയ പുരോഗതി ഉണ്ടായിട്ടുണ്ട് ടെക്നോളജി ട്രാൻസ്ഫർ ചെയ്യുന്ന സമയത്ത് അല്ലേ. നമ്മുടെ നാടുകളിൽ ബാക്കിയുള്ള ബിസിനസ്സുകൾക്ക്, ബാക്കിയുള്ള കാര്യങ്ങൾക്കൊക്കെ ആ ടെക്നോളജി എന്ത് ചെയ്യും, ഉപയോഗപ്പെടുത്താൻ വേണ്ടിയിട്ട് പറ്റുന്നതാണ്. പുതിയ തൊഴിൽ അവസരങ്ങൾ ഉണ്ടായി അല്ലെ. ഇത്തരത്തിലുള്ള കമ്പനികളൊക്കെ ഇവിടെ വന്ന് ഇൻവെസ്റ്റ് ചെയ്ത് പുതിയ
കാര്യങ്ങൾ തുടങ്ങുമ്പോൾ അവരുടെ ബിസിനസ്സും വളരും, നമ്മുടെ നാട്ടിലുള്ള ആളുകൾക്കും ധാരാളം കമ്പനികളിലായിട്ടും അല്ലാതെ സ്റ്റാഫുകളായിട്ട് ജോലി കിട്ടുന്നുണ്ട്. അതേപോലെ മാനേജ്മെന്റ് രീതികൾ മെച്ചപ്പെട്ടു അല്ലേ. നമുക്ക് ഒരു ഏറ്റവും ബേസ് മുതൽ സുപ്പീരിയർ വരെയുള്ള ഒരു മാനേജ്മെന്റ് രീതികളുണ്ട് അല്ലേ. ഏറ്റവും താഴെ മുതൽ ഏറ്റവും മുകളിലുള്ള വ്യത്യസ്ത മാനേജ്മെന്റ് രീതികളുണ്ട്. അവിടെ പെരുമാറേണ്ടതും ഓരോ ഫീൽഡിലും മെച്ചപ്പെടുത്തേണ്ട കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അതൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇങ്ങനെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരു ടീം ഇങ്ങോട്ട് വരുന്ന സമയത്ത് നമുക്ക് അതൊക്കെ ഇവിടെ മാറാനും കാണാനൊക്കെ കഴിയുന്നതാണെന്നുള്ളതാണ് പറഞ്ഞത് അല്ലേ. ഈ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, ഇതിൽ തന്നെ രണ്ടാമത്തെ ഒരു ക്വസ്റ്റ്യൻ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, സോഴ്സ് ഓഫ് ഫോറിൻ ക്യാപിറ്റൽ. എന്താണ് ഫോറിൻ ക്യാപിറ്റലിന്റെ സോഴ്സ്, ഉറവിടം എന്ന് പറയുന്നത് എവിടെയാണെന്നുള്ളതാണ്, എവിടെ നിന്നാണെന്നുള്ളതാണ്. അത് നോക്കൂ. ഫോറിൻ ക്യാപിറ്റൽ പ്രധാനമായി 3 വിധങ്ങളിൽ നിന്നാണ് ലഭിക്കുന്നത്. ഒന്ന്, വിദേശ സഹായം അല്ലെ, ഫോറിൻ എയ്ഡ് എന്ന് കൊടുത്തിട്ടുണ്ട്. വിദേശ സഹായം, വിദേശത്തുനിന്ന് സഹായങ്ങളിലൂടെ നമുക്ക് കിട്ടുന്നുള്ളതാണ്. എവിടുന്നൊക്കെയാണ്? വിദേശ രാജ്യങ്ങളോ അന്താരാഷ്ട്ര സ്ഥാപനങ്ങളോ നൽകുന്ന സഹായം. ഉദാഹരണം നോക്കൂ, വേൾഡ് ബാങ്ക് എന്ത് ചെയ്യും, തരും. അതേപോലെ ഏഷ്യൻ ഡെവലപ്മെന്റ് ബാങ്ക്, നമ്മുടെ ഏഷ്യക്കാർക്ക് മാത്രമായിട്ടുള്ള ഡെവലപ്മെന്റ് ബാങ്ക് ഉണ്ട്, ADB എന്ന് പറയും. ജാപ്പൻ ഗവൺമെന്റ് അല്ലെ, ഇത് ഉദാഹരണം മാത്രമാണ് കേട്ടോ. ജപ്പാനീസ് ഗവൺമെന്റ്, ഇതിനൊക്കെ നമുക്ക് എന്ത് കിട്ടും, എങ്ങനെയാണ് ഇത് കിട്ടുക? ലോൺ ആയിരിക്കാം, അല്ലെങ്കിൽ ഗ്രാൻഡ് ആയിട്ട് കിട്ടും. തിരിച്ചടക്കേണ്ടതില്ലാത്ത സഹായമായിരിക്കാം. അത് ഗ്രാൻഡ് എന്ന് പറഞ്ഞാൽ വേറെ വ്യവസ്ഥയൊക്കെ ആയിരിക്കും. ലോൺ എന്ന് പറഞ്ഞാൽ തിരിച്ചടക്കണം നമ്മൾ അല്ലേ. ഗ്രാൻഡ് ആകുമ്പോൾ എന്ത് ചെയ്യേണ്ട, തിരിച്ചടക്കേണ്ടതില്ലാത്ത സഹായമായിരിക്കും. അതുമായി പ്രതിവിധിയായിട്ട് എന്തെങ്കിലും നമ്മൾ എന്ത് ചെയ്യണം, അങ്ങോട്ട് കൊടുക്കേണ്ടി വരും. അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ടുള്ള അഗ്രിമെന്റ് ബേസിലായിരിക്കും ഇത് ഉണ്ടായിരിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഒന്നാമത്തെ നമ്മൾ പറഞ്ഞത് ഫോറിൻ സഹായങ്ങൾ അല്ലെ, ഫോറിൻ എയ്ഡ്, വിദേശ സഹായം നമുക്ക് കിട്ടും. 3 കാര്യങ്ങളിൽ നിന്നാണ് എന്ത് ചെയ്യുന്നത്, സോഴ്സ് ഓഫ് ക്യാപിറ്റൽ വരുന്നത് അല്ലെ, ഫോറിൻ ക്യാപിറ്റൽ വരുന്നത്. രണ്ടാമത്തെ നോക്കൂ, എക്സ്റ്റേണൽ കൊമേഴ്സ്യൽ ബോറോവിങ്സ്, ECB എന്നുള്ള ഷോർട്ടിൽ പറയും. വിദേശ കൊമേഴ്സ്യൽ ബാങ്കിൽ നിന്നും അല്ലെങ്കിൽ ഫൈനാൻഷ്യൽ ഇൻഡസ്ട്രിയിൽ നിന്നും വായ്പ എടുക്കുന്നു, ECB. ഇതിൽ ഉൾപ്പെടുന്ന കൊമേഴ്സ്യൽ ലോൺസ്, ഫോറിൻ ബോൺസ്, സപ്ലൈസ് ആൻഡ് ക്രെഡിറ്റ്സ് അല്ലെ. അഥവാ ഇതിനൊക്കെ പ്രൈവറ്റ് ഫീൽഡിൽ നിന്നൊക്കെയാണ് പ്രധാനപ്പെട്ടും ഇത് ബന്ധപ്പെട്ട് കിടക്കുന്നത്. ഉദാഹരണത്തിൽ ഒരു ഇന്ത്യൻ കമ്പനി അമേരിക്കൻ ബാങ്കിൽ നിന്ന് ലോൺ എടുക്കുന്നു. ഒരു ഇന്ത്യൻ കമ്പനി അമേരിക്കൻ ബാങ്കിൽ നിന്ന് ലോൺ എടുക്കാൻ പറ്റും. അഥവാ നമുക്ക് ലോൺ എടുക്കാനുള്ള ധാരാളം സൗകര്യമുണ്ട്. ഇന്ത്യയിലുള്ള ആർക്കെങ്കിലും ബിസിനസ് ചെയ്യുന്ന ആർക്കാണെന്നുണ്ടെങ്കിലും ലോൺ എടുക്കാനുള്ള ഇതുണ്ട് അല്ലേ, അവകാശമുണ്ട്, ലോൺ കിട്ടുകയും ചെയ്യും. നിലവിൽ ചിലപ്പോൾ നമുക്ക് നമ്മുടെ ഇന്ത്യയുടെ റൂൾ അനുസരിച്ച് ചിലപ്പോൾ ഇന്ത്യയിൽ നിന്ന് ചില സന്ദർഭങ്ങളിൽ ലോൺ കിട്ടാത്ത അവസ്ഥ വരും, അല്ലെങ്കിൽ ലോൺ ഇന്ത്യയിൽ നിന്ന് നമുക്ക് തികയാത്ത അവസ്ഥ വരും. ലോണ് നമ്മൾ കരുതിയ അത്ര നമുക്ക് എമൗണ്ട് കിട്ടൂല, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഡോക്യുമെന്റ്സ് കാര്യങ്ങൾ, പലിശ നിരക്ക് കൂടുതൽ കാര്യങ്ങളൊക്കെ ഉണ്ടാവും. പക്ഷേ നമ്മൾ ആ ഒരു സമയം ഇന്റർനാഷണൽ വേൾഡ് ബാങ്കുമായിട്ട് ബന്ധപ്പെടാന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ പുറത്തുള്ള രാജ്യത്തിൽ നിന്നുള്ള ഒരു ബാങ്കുമായിട്ട് ബന്ധപ്പെടാന്നുണ്ടെങ്കിൽ എമൗണ്ട് ഇങ്ങോട്ട് ട്രാൻസ്ഫർ ചെയ്ത് തരാൻ അവർ റെഡി ആയിരിക്കും. ലോൺ ഓക്കെ ആണെന്നുണ്ടെങ്കിൽ അവർ കാര്യങ്ങൾ ചെറിയ പലിശ നിരക്കിലൊക്കെ നമ്മുടെ രാജ്യത്തിന് എന്ത് ചെയ്യും, അവർ നമ്മളെക്കാട്ടിലും കൂടുതൽ മൂല്യമുള്ള വാല്യൂ ഉള്ള ബാങ്കിൽ നിന്ന് നമ്മുടെ വാല്യൂ കുറഞ്ഞ നമ്മുടെ നാട്ടിലേക്ക് പേയ്മെന്റ് ലോൺ അവർ തരുന്ന സമയത്ത് അവർക്ക് ഉപകാരമാണ്, നമുക്ക് ഉപകാരമാണ് അല്ലേ. അപ്പോൾ ചെറിയ പേഴ്സൻറ്റേജിനൊക്കെ നമുക്ക് എന്ത് ചെയ്യും, ഇത്തരത്തിലുള്ള സഹായങ്ങളൊക്കെ കിട്ടുന്നതാണ്. ഇനി നോക്ക്, മൂന്നാമത്തെ എന്താ പറയുന്നത്, ഇതിന്റെ മൂന്നാമത്തെ ഒരു സോഴ്സ് എന്ന് പറയുമ്പോൾ ഫോറിൻ ഇൻവെസ്റ്റ്മെന്റ്, വിദേശ നിക്ഷേപം. പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് ഫോറിൻ ഇൻവെസ്റ്റ്മെന്റ് എന്നുള്ളത്, വിദേശ നിക്ഷേപങ്ങൾ. വിദേശ കമ്പനികൾ ഇന്ത്യയിൽ നിക്ഷേപം നടത്തുന്നത് അല്ലേ, അതൊരു സോഴ്സ് ഓഫ് ക്യാപിറ്റലാണ്. ഇത് നമ്മൾ പൈസ ആയിട്ടൊന്നും ഇവിടെ കാണുന്നില്ലെങ്കിലും അവരെന്ത് വന്നിട്ട് എന്ത് ചെയ്യുന്നു, നമ്മുടെ നാട്ടിൽ വന്നിട്ട് ഇൻവെസ്റ്റ് ചെയ്യുന്നു. ഫോറിൻ ഇൻവെസ്റ്റ്മെന്റ്, വിദേശ കമ്പനികൾ ഇന്ത്യയിൽ നിക്ഷേപം നടത്തുന്നത്. ഇതിൽ ഉൾപ്പെടുന്നത് എന്തൊക്കെയാണ് ഒന്ന് നോക്കൂ. ഇതിൽ തന്നെ 2 തരമായിട്ട് എയും ബിയും ഉണ്ട്. 3 ഇതിൽ കൊടുത്തിട്ടുണ്ട്. ആ 3 ഭാഗങ്ങൾ ഏതൊക്കെയാണെന്നുള്ളത് നോക്കാം. ഒന്ന്, ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെന്റ്, FDI എന്ന് പറയും. FDI എന്ന് പറയും, ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെന്റ്. അഥവാ വിദേശ കമ്പനി നേരിട്ട് വന്ന് ഇന്ത്യയിൽ വന്നിട്ട് എന്ത് ചെയ്യാണ്, ഇവിടെ ഇൻവെസ്റ്റ് ചെയ്യുന്ന ഒരു സിസ്റ്റമാണിത്. അപ്പോൾ അവരെന്താ ചെയ്യുന്നത്, ഫാക്ടറി തുടങ്ങുന്നു, കമ്പനി വാങ്ങുക, അല്ലെങ്കിൽ നമ്മളെ നിലവിൽ ഓൺഗോയിങ് ആയിക്കൊണ്ടിരുന്ന കമ്പനി വാങ്ങിയിട്ട് പുതിയ ഇന്നോവേഷൻ കൊണ്ടുവരുന്നതിൽ പുതിയ പ്രൊജക്റ്റ് ആരംഭിക്കുക. ഉദാഹരണം നോക്കൂ, ഹ്യുണ്ടായി എന്നുള്ളത് ഇന്ത്യക്കാരുടെ കമ്പനി അല്ല, പുറത്തുള്ളൊരു കമ്പനിയാണ്. ഇന്ത്യയിൽ വന്നിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്, അവരുടെ ഔട്ട്ലെറ്റുകളും ഫാക്ടറികളും എല്ലാം ഹ്യുണ്ടായിൻ്റെ ഇവിടെ വന്നിട്ടുണ്ട്. പുതിയ മാനേജ്മെന്റ് കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. സാംസങ് ഒരു വേൾഡ് വൈഡ് ആയിട്ടുള്ള കമ്പനിയാണ്, ഇന്ത്യക്കാരുടെ കമ്പനി അല്ല. പക്ഷെ പുറത്തുള്ള കമ്പനി എന്ത് ചെയ്ത് ഇവിടെ വന്നിട്ട് വലിയ പുരോഗതികൾ കാര്യങ്ങൾ ഈ ഒരു ഫീൽഡിൽ നമുക്ക് ഉണ്ടായിട്ടുണ്ട് അല്ലേ. ആമസോൺ അതേപോലെ തന്നെ നമുക്കറിയാം, ഈ ലോകത്തിലെ ഏറ്റവും വലിയ കോടീശ്വരനാണ് എൻ്റെ മോലല്ലാണ് ആമസോണിൻ്റെ ആൾ അല്ലേ. അപ്പോൾ നോക്കൂ, ആമസോണും ഒരു ഇന്റർനാഷണൽ ലെവലിലുള്ള ഒരു മാർക്കറ്റാണ്. അവിടെ ഇന്ത്യയിൽ വന്നിട്ട് അവർ എന്ത് ചെയ്യുന്നുണ്ട്, ബിസിനസ് ചെയ്യുന്നുണ്ട്. ഇവ ഇന്ത്യയിൽ FDI നടത്തിയ കമ്പനികളാണ്. ഇവരെന്ത് ചെയ്യാണ്, ഡയറക്റ്റ് ആയിട്ട് തന്നെ ഇന്ത്യയിൽ വന്നിട്ട് ഡയറക്റ്റ് ആയിട്ട് ഇന്ത്യയിൽ വന്നിട്ട് നിക്ഷേപം നടത്തിയ കമ്പനികളാണ് ഹ്യുണ്ടായി, സാംസങ്, ആമസോൺ പോലത്തെ. ഇനി രണ്ടാമത്തെ നോക്കൂ,
വിദേശ കമ്പനികൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന ഡയറക്റ്റ് അല്ല. അവരെങ്ങനെയാണ് വരുന്നത്? റീ ഇൻവെസ്റ്റഡ് ഏണിങ്സ്. ഇന്ത്യയിൽ പ്രവർത്തിക്കുന്ന വിദേശ കമ്പനി ലഭിച്ച ലാഭം വീണ്ടും ഇന്ത്യയിൽ തന്നെ നിക്ഷേപിക്കുന്നു. അഥവാ ഇന്ത്യയിൽ പ്രവർത്തിക്കുന്ന വിദേശ കമ്പനി ലഭിച്ച ലാഭം വീണ്ടും ഇന്ത്യയിൽ തന്നെ നിക്ഷേപിക്കുന്നത്. അവർ ഇന്ത്യയിൽ നിന്ന് ബിസിനസ് ചെയ്തിട്ട് ആ ലാഭം എന്ത് ചെയ്തു? ഇന്ത്യയിൽ തന്നെ അവരുടെ നാട്ടിലേക്ക് കൊണ്ടാവാതെ, അവരുടെ ഇതിന് കൊണ്ടാവാതെ ഇന്ത്യയിൽ റീ ഇൻവെസ്റ്റ് ചെയ്തു. അങ്ങനെ എന്ത് ചെയ്യുന്നുണ്ട്? ചില ആളുകൾ ഇവിടെ ഏണിങ്സ് ഉണ്ടാക്കുന്നുണ്ട്. അതാണ് റീ ഇൻവെസ്റ്റഡ് ഏണിങ്സ് എന്ന് പറയാം. ഒന്നാമത്തെ നമ്മൾ പറഞ്ഞു ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെന്റ്, FDI എന്ന് പറയും, ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെന്റ്. രണ്ടാമത്തെ റീ ഇൻവെസ്റ്റഡ് ഏണിങ്സ്, അല്ലേ? ഇന്ത്യയിൽ തന്നെ അവരെന്ത് ചെയ്യുക? ബിസിനസ് ചെയ്ത് ലാഭം ഉണ്ടാക്കിയിട്ട് ഇന്ത്യയിൽ തന്നെ അവരെ നിക്ഷേപിക്കുന്നു. മൂന്നാമത്തെ നോക്കൂ, അതർ ക്യാപിറ്റൽ. അതർ ക്യാപിറ്റൽ നോക്കൂ, പേരന്റ് കമ്പനിയായും അതിൻ്റെ ഇന്ത്യയിൽ ശാഖ തമ്മിലുള്ള ഇവയും ഫോറിൻ ക്യാപിറ്റലായി കണക്കാക്കുന്നു. നോക്കൂ എന്തൊക്കെയാണ്? ഷോർട്ട് ടൈം ലോൺസുകൾ, ചില ഷോർട്ട് ടൈം ആയിട്ടുള്ള ലോണുകൾ കൊടുക്കുക, ലോങ് ടൈം ലോണുകളൊക്കെ കൊടുക്കുക. ഇതിൻ്റെ അടിസ്ഥാനത്തിലൊക്കെ എന്ത് ചെയ്യാൻ പറ്റും? ഇന്ത്യയിൽ അവർ ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇനി ഇതിനകത്ത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? താഴെ ഭാഗത്ത് ഒരു കൺക്ലൂഷൻ എന്നുള്ള നിലയ്ക്ക് ഒന്നും പാടെ അപ്ഡേറ്റ് ചെയ്ത് ഇവിടെയൊക്കെ എന്ത് ചെയ്യണത്? ഒരു ചെറിയ പോയിന്റുകൾ മാത്രമാണ് കേട്ടോ. നിങ്ങൾ എന്ത് ചെയ്യണത്? എക്സ്പാൻഡ് ചെയ്ത് നിങ്ങളെ കഴിവിനനുസരിച്ച് എക്സ്പാൻഡ് ചെയ്തിട്ട് വേണം നിങ്ങൾ ഇത് എഴുതാൻ വേണ്ടിയിട്ട്. എന്നിട്ട് എന്ത് ചെയ്യുക? താഴെ ഭാഗത്ത് നിങ്ങൾ കൊടുത്തിട്ടുള്ള ഈ ഒരു നമ്മുടെ കൺക്ലൂഷൻ എന്ത് ചെയ്യുക? നിങ്ങൾ കറക്റ്റ് അതേപോലെ നിങ്ങൾ എന്ത് ചെയ്യുക? ഇവിടെ ചെയ്തു കൊടുക്കുക, എഴുതി കൊടുക്കുക. ഓക്കെ, ഫോറിൻ ക്യാപിറ്റൽ രാജ്യത്തിന്റെ സേവിങ്സ് ഗ്യാപ്പ് ഇങ്ങനെ നോക്കൂ ഓരോന്ന്. ഇത് ജസ്റ്റ് നമ്മൾ പറഞ്ഞ പോയിന്റുകൾ തന്നെ എന്ത് ചെയ്യും? ഒന്ന് ഹൈലൈറ്റ് ചെയ്തുക. ഫോറിൻ ക്യാപിറ്റൽ, അല്ലെ, സേവിംഗ് ഗ്യാപ്പ്, ഫോറിൻ എക്സ്ചേഞ്ച് ഗ്യാപ്പ്, ടെക്നോളജി ഗ്യാപ്പ് എന്നിവ നികത്തിനുള്ള സാമ്പത്തിക വികസനം സഹായിക്കുന്നു. ഇങ്ങനെ ഓരോന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യുക? നിങ്ങൾ ഇവിടെ സെറ്റ് ചെയ്ത് കൊടുക്കുക. ഓക്കെ.